അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സനാബിൽ ഗ്രൂപ്പിലെ ബഹുമാന്യരായ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, റമദാൻ നരകമോചനത്തിൻ്റെ മാസം എന്ന തലക്കെട്ടിൽ ഏതാനും ചില ആശയങ്ങൾ സമർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ലില്ലാഹ ഇൻദ കുല്ലി ഫിത്റിൻ ഉതഖാ, അള്ളാഹുവിന് എല്ലാ നോമ്പ് മുറിക്കുമ്പോഴും നരകമോചനം നൽകേണ്ട ചിലരുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിലും ഇതേ ആശയം കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ലില്ലാഹി തബാറക വ തആല ഉതഖാ ഫീ കുല്ലി യൗമിൻ വലൈല, തീർച്ചയായും അനുഗ്രഹപൂർണ്ണനും ഉന്നതനുമായ അള്ളാഹുവിന് എല്ലാ പകലും രാവും എല്ലാ ദിവസവും റമദാനിൽ നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന ചിലരുണ്ട്. വ ഇന്ന ലികുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ദഅവ, എല്ലാ മുസ്ലിമിനും എല്ലാ രാവിലും പകലിലും ദഅവത്തുൻ മുസ്തജാബ, സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയും ഉണ്ട്, ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. റമദാനിലെ നോമ്പിലൂടെയും റമദാൻ മാസത്തിലെ മറ്റു ഇബാദത്തുകളിലൂടെയും നാം സ്വായത്തമാക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഏത് വിധേനയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ, അവരെ നാം നരകത്തിൽ കരിച്ചു കളയും. പിന്നീട് കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അവരുടെ തൊലികൾ പഴുത്ത് കരിഞ്ഞു പോകുമ്പോഴെല്ലാം നാം അവർക്ക് ശിക്ഷ ആസ്വദിക്കുന്നതിനു വേണ്ടി പുതിയ തൊലി പകരമായി നൽകും എന്ന് സൂറത്തു നിസായിലെ 56-ാമത്തെ ആയത്തിൽ കാണാം. നരകവാസികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഇന്ന അഹ്ലന്നാരി ലതുഅലം, തീർച്ചയായും നരകവാസികൾ ഭീമമായി വളർത്തപ്പെടുമെന്നാണ്. നരകത്തിൽ വീഴുന്ന ആളുകൾ ചെറിയ ആളുകളല്ല, വലിയ വലുപ്പമുണ്ടാകും നരകത്തിലേക്ക് വീഴുന്ന എല്ലാ കാഫറുകളും മുനാഫിക്കുകളും. ആ വലിയ ശരീരത്തിലെ തിങ്ങി നിറഞ്ഞ മാംസത്തെയാണ് ഈ നരകത്തിൽ കരിച്ചു കളയുക എന്ന് മനസ്സിലാക്കണം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അവരുടെ വയറുകളെന്ന് പറഞ്ഞാൽ കൊട്ടാരം കണക്ക് വലുപ്പമുണ്ടാകുമെന്ന നരകത്തിൽ വീഴുന്നവരുടെ വയറുകളെക്കുറിച്ച്. ലിർസുൽ കാഫിരി ഔ നാബുൽ കാഫിരി മീസുലു ഉഹുദിൻ, ഒരു നിഷേധിയുടെ അണപ്പല്ല്, പിന്നെ ഉളിപ്പല്ല്, അതൊക്കെ ഉഹദ് മലയോളം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അവരുടെ വായത്ര ഉണ്ടാകും, അവരുടെ മുഖം എത്ര ഉണ്ടാകും, അവരുടെ ശരീരം എത്ര ഉണ്ടാകും. വഗിലദു ജിൽദിഹി മസീറത്തു സലാസ്, അയാളുടെ തൊലിയുടെ കട്ടി 3 ദിവസത്തെ വഴി ദൂരം എന്നാണ്. മറ്റു റിപ്പോർട്ടിലുള്ളത് മാ ബൈന മൻകിബൈൽ കാഫിരി ഫിന്നാർ മസീറത്തു സലാസത്തി അയ്യാമിൽ റാക്കിബിൽ മുസ്രി, അതിവേഗം വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 ദിവസം തുടർച്ചയായി സഞ്ചരിക്കാനുള്ള അത്രയും വലുപ്പമുണ്ട് നരകത്തിലെ ഒരു നിഷേധിയുടെ 2 ചുമലുകൾക്കിടയിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഫീ സിൽസിലത്തിൻ ദറൂഹാ സബൂന ദിറാം ഫസ്ലുകൂ, അവർ ചങ്ങലകളിൽ 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ അവരോട് പ്രവേശിക്കാൻ വേണ്ടി സത്യനിഷേധികളോടും മുനാഫിക്കുകളോടും നാളെ ആവശ്യപ്പെടുമെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, സബൂന ദിറാൻ ബിദിറായിൽ മലക്കി, നമ്മുടെ അളവിൽപ്പെട്ട 1 മുഴം അളവല്ല, മലക്കുകളുടെ അളവിൽപ്പെട്ട മലക്കുകളുടെ 1 മുഴം ആണ്. പിന്നെ അത്തരം ചങ്ങലകളിലാണ് ഇവരെ പ്രവേശിപ്പിക്കുക. ചങ്ങലകളിൽ എങ്ങനെ പ്രവേശിപ്പിക്കും? ഫതുദ്ഖിലു ഫീ ദുബുരിഹി വതുഖ്രിജു മിൻ മിൻഖരിഹി, അവരുടെ പിൻദ്വാരത്തിലൂടെ ഗുദഭാഗത്തൂടെ ആ ചങ്ങല പ്രവേശിപ്പിച്ച് അവരുടെ നാസാരന്ധ്രത്തിലൂടെ മൂക്കിലൂടെ ആ ചങ്ങല പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഈ കാടപ്പക്ഷികളെ ചങ്ങലയിൽ കോർക്കുന്നത് പോലെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ 70 ആളുകൾ അല്ലെങ്കിൽ 100 ആളുകളെ ഇങ്ങനെ ചങ്ങലയിൽ കോർത്തിട്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ നരകം സത്യമാണ്. നരകത്തിൻ്റെ ഏറ്റവും ചെറിയ ചൂട് നമുക്ക് പരിചയമുള്ള അഗ്നിയുടെ 70 ഇരട്ടിയാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതീവ ദയനീയവും അതേപോലെ തന്നെ വേദനാജനകവും കഠിന കഠോരവുമാണ് നരകാഗ്നിയുടെ വ്യത്യസ്തമായ ശിക്ഷകൾ. അതിൻ്റെ തീപ്പൊരികളാകട്ടെ, അവിടുത്തെ ചങ്ങലകളാകട്ടെ, അവിടുത്തെ ചമ്മട്ടികളാകട്ടെ, അവിടെ നീന്തി തുടിക്കേണ്ടി വരുന്ന തീയുടെ അരുവികളാകട്ടെ, ഇതെല്ലാം തന്നെ നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറത്തുള്ള ഭാരമേറിയ ആമങ്ങളും അതേപോലെ അഗ്നിയുടെ കരിച്ചു കളയുന്ന പിന്നെ പടച്ചട്ടകളും ഉടുപ്പുകളും, ഇരുമ്പിൻ്റെ കരിച്ചു കളയുന്ന ഖത്തറാനിൻ്റെ ടാറിൻ്റെ ഒക്കെ ഉടുപ്പുകളുമൊക്കെ ധരിപ്പിച്ചുകൊണ്ടുള്ള അതികഠിനമായ ശിക്ഷകളാണ് നരകത്തിലുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം സൃഷ്ടിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹി സ്വലാമിനെ ആ നരകം കാണാൻ വേണ്ടി പറഞ്ഞയച്ചു എന്നാണ്. ഫലമ്മാ ഖലഖല്ലാഹു നാർ ഖാല യാ ജിബ്രീൽ ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, ജിബ്രീലെ നീ പോവുക, എന്നിട്ട് നരകത്തെ കാണുക. എന്നിട്ട് എന്താ ഉണ്ടായത്? അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം നരകം കാണാൻ പോയി. ഫദഹബ ഫനദറ ഇലൈഹ, അദ്ദേഹം നരകത്തിൻ്റെ അരികിലേക്ക് പോയി, അത് നോക്കി കണ്ടു. സുമ്മ ജാ, എന്നിട്ട് മടങ്ങി വന്നിട്ട് ഫഖാല, ജിബ്രീൽ പറഞ്ഞു, അയ റബ്ബി, എൻ്റെ റബ്ബേ, വ ഇസ്സത്തിക, നിന്റെ ഇസ്സത്ത് തന്നെയാണ്, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിന്റെ ശക്തി തന്നെയാണ് സത്യം. ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലുഹാ, നരകത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും അതിലേക്ക് പ്രവേശിക്കുകയില്ല റബ്ബേ, അത്ര കഠിനവും യാതന നിറഞ്ഞതുമാണ് നരകം. ഫഹഫഹാ ബിശഹവാത്ത്, പിന്നെ നരകത്തിന് ദേഹേച്ഛകൾ വലയം ചെയ്തു. സുമ്മ ഖാല യാ ജിബ്രീൽ, പിന്നീട് അള്ളാഹു പറഞ്ഞു, ജിബ്രീൽ ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, നീ ഒരിക്കൽ കൂടി നരകത്തിലേക്ക് പോയിട്ട് നോക്കിക്കാണും.
ഫദഹബ ഫനദറ ഇലൈഹ, ജിബ്രീൽ പോയി ജിബ്രീൽ നോക്കിക്കണ്ടു. സുമ്മ ജാ, എന്നിട്ട് വന്നു. ഫഖാല, ജിബ്രീൽ പറഞ്ഞു, ഐ റബ്ബി, റബ്ബേ, വഇസ്സതിക, നിന്റെ ഇസ്സത്താണ് സത്യം, ലഖദ് ഖശീതു അല്ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ദഖലഹ, തീർച്ചയായും ഞാൻ ഭയപ്പെട്ടു ഒരാളും നരകത്തിൽ പ്രവേശിക്കാതെ ബാക്കിയാകില്ല. കാരണം ദേഹേച്ഛകളും ഭൗതിക താല്പര്യങ്ങളുമാണ് ആളുകളെ നരകത്തിലേക്ക് തള്ളിയിടുന്നത്. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. വളരെയേറെ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നരകമോചനം കാക്ഷിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു സുവർണാവസരമാണ് ഈ റമദാൻ എന്ന് പറയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ എന്താണ്, അദ്ദേഹത്തിന്റെ അരികിലൂടെ ഒരു സ്ത്രീ കടന്നു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരത്തിൽ നരകത്തെക്കുറിച്ച് ലഹാ സബഅതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം എന്ന ആയത്തോതി, നരകത്തിന് 7 വാതിലുകളുണ്ട്. നമുക്കറിയാം റമദാൻ മാസത്തിൽ ഈ 7 വാതിലുകളും പൊട്ടിയടക്കപ്പെടും എന്നാണ്. അല്ലാത്ത കാലഘട്ടങ്ങളിൽ അത് തുറന്നിടും. സ്വർഗ്ഗമാണെങ്കിൽ എല്ലാ കാലഘട്ടങ്ങളിലും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അടച്ചിടും. തൗബയുടെ കവാടം മാത്രമാണ് എല്ലാ കാലത്തും തുറന്നിടുക. എന്നാൽ റമദാൻ മാസം വന്നാൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ലഹാ സബഅതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, അവരിൽപ്പെട്ട ഓരോ വിഭാഗവും നിർണിതമായ ഒരു ഓഹരി, ഒരു വിഭാഗം ആളുകൾ എല്ലാ വാതിലിനും ഉണ്ടായിരിക്കുമെന്നാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ അന്ന് നബിയെ കാണാൻ വന്ന ഒരു അറാബിയത്ത്, ഫഖറത്തിൽ അറാബിയത്തു മഗ്ശിയൻ അലൈഹ, ബോധരഹിതയായി നിലംപതിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു, ആ ശബ്ദം കേട്ടു. എന്നിട്ട് നബി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് ആ സ്ത്രീയുടെ അരികിലേക്ക് വന്നു. വദാ ബിമാഇൻ ഫസബ്ബ അലാ വജിഹ ഹത്താ ഫാഖത്ത് വജലസത്, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്ക് ബോധം തെളിയുന്നത് വരെ ആ വെള്ളം കുടഞ്ഞു. അങ്ങനെ അവർ എഴുന്നേറ്റിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഹാദി മാലക്കി, എന്തു പറ്റി പെണ്ണേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഇത് അഹാദാ ശൈഉൻ മിൻ കിതാബില്ലാഹിൽ മുനസ്സൽ, ഇത് അവതീർണമായ അള്ളാഹുവിന്റെ കിതാബിൽപ്പെട്ട കാര്യങ്ങളാണോ നിങ്ങളിപ്പോൾ ഈ വായിച്ചത്, ഈ ഓതിയത്? അല്ലെങ്കിൽ ഔ തഖൂലുഹു മിൻ തിൽഖാഇ നഫ്സിക്, താങ്കൾ സ്വന്തം താങ്കളുടെ ഭാഗത്ത് പറഞ്ഞ വാക്കുകളാണോ? നബി പറഞ്ഞു, യാ അറാബിയ ബൽ ഹുവ മിൻ കിതാബില്ല, അല്ല, ഇത് അള്ളാഹിന്റെ കിതാബിലുള്ള, എൻ്റെ സ്വന്തം വകയിൽ, അൽ മുനസ്സൽ, ഇത് അവതരിപ്പിക്കപ്പെട്ട കിതാബിലുള്ള വാചകങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറയാണ്, കുല്ലു ഉദുവിൻ മിൻ അഅ്ളാഇ യുഅദ്ദബു അലാ കുല്ലി ബാബിൻ മിൻഹാ, ഞാൻ സത്യനിഷേധത്തിൽ തന്നെയാണെങ്കിൽ, കാഫറായി തന്നെ മരിച്ചു പോവാണെങ്കിൽ എൻ്റെ എല്ലാ അവയവങ്ങളും ഈ നരകത്തിൽ ശിക്ഷിക്കപ്പെടും എന്നാണോ, എല്ലാ അവയവങ്ങളും ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നാണോ പറയുന്നത്? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, എല്ലാ വാതിലുകൾക്കും നിശ്ചിതമായ ഒരു ഓഹരി ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു. അപ്പോൾ സ്ത്രീ പറയാം, ഞാൻ ഒരു പാവപ്പെട്ട പെണ്ണാണ്, എൻ്റെ അടുത്ത് ഒരുപാട് സ്വത്തൊന്നുമില്ല, മാലി മാൽ, എൻ്റെ അടുത്ത് ആകെ എന്താ, വമാലി ഇല്ല സബഅതു അഅ്ബുദ്, 7 അടിമകൾ മാത്രമാണ് എൻ്റെ കൈവശമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ അടിമകളെ മുഴുവൻ മോചിപ്പിക്കാൻ പോവാണ്. അങ്ങനെ അവർ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നിയ്യത്തോടു കൂടി തനിക്ക് പാരമ്പര്യമായും മറ്റുമൊക്കെ ലഭിച്ചിരുന്ന അടിമകളെ മുഴുവൻ 7 അടിമകളെയും മോചിപ്പിച്ചു. എന്തിന്? 7 കവാടങ്ങളിലൂടെയുള്ള ശിക്ഷകളിൽ നിന്ന് കരകയറാൻ വേണ്ടി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ബശ്ശിരിൽ അറാബിയ, ഇപ്പോൾ ഈ അടിമമോചനം, നരകത്തെ കേട്ട് പേടിച്ച് അടിമമോചനം നടത്തിയ ആ പെണ്ണിന് നീ സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷ വാർത്ത? അന്നല്ലാഹ ഖദ് ഹറമ അലൈഹ അബ്വാബ ജഹന്നം, തീർച്ചയായും അള്ളാഹു നരകത്തിന്റെ കവാടങ്ങൾ ആ സ്ത്രീക്ക് പിന്നെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, കുല്ലഹ മുഴുവൻ, ഫതഹലഹ അബ്വാബൽ ജന്നത്തി കുല്ലഹ, സ്വർഗ്ഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും ആ സ്ത്രീക്ക് വേണ്ടി തുറന്നു കൊടുത്തു എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ഏറ്റവും സുപ്രധാനമായ സമയമാണ് നോമ്പ്. അസ്സൗമു ജുന്ന യസ്തജിന്നു മിനന്നാർ, നോമ്പ് ഒരു പരിചയമാണ്, നരകത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് മോചനം നൽകും. അതുകൊണ്ട് നരകത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ നോക്ക് നിർബന്ധമായും എല്ലാ കാലത്തും വിട്ടു നിൽക്കണം, പ്രത്യേകിച്ച് റമദാനിൽ. അതുകൊണ്ടാണ് നോമ്പ് പരിചയമാണ്, നരകത്തിൽ നിന്നുള്ള പരിചയമാണ് എന്ന് വിശേഷിപ്പിച്ച ഉടനെ ഫൈദാ കാന യൗമു സൗമി അഹദിക്കും, നിങ്ങളുടെ ഒരാളുടെ നോമ്പിന്റെ ദിവസം വന്നാൽ ഫലാ യർഫുസ് വലാ യഫ്സുഖ് വലാ യജ്ഹൽ, നിങ്ങൾ അസഭ്യം പറയരുത്, അധർമ്മം പ്രവർത്തിക്കരുത്, അവിവേകം കാണിക്കരുത്. ഫൈൻ സാബഹു അഹദുൻ, ഇനി നിങ്ങളോട് ഇങ്ങോട്ട് ആരെങ്കിലും വഴക്കിന് വന്നാലോ ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സ്വായിം, തീർച്ചയായിട്ടും ഞാൻ നോമ്പുകാരനായ ഒരു മനുഷ്യനാണ് എന്ന് പറയണം. അതുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ സത്യവിശ്വാസി എന്ന നിലയിൽ എന്തൊക്കെയാണോ നാം പരിഗണിക്കേണ്ടത്, വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സംസ്കാരത്തിലും അങ്ങനെ വസ്ത്രധാരണത്തിൽ വരെ ആ മര്യാദകൾ നമ്മൾ പാലിക്കണം എന്നുള്ളത് സുപ്രധാനമായ ഒരു വിഷയമാണ്. നരകമോചനത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഇബാദത്തിന്റെ മുഴുവൻ ഇനങ്ങൾ, നമ്മുടെ പാപമോചനം അത് റബ്ബിനോട് മാത്രമായിരിക്കണം എന്നതാണ്. തൗഹീദാണ് അതിന്റെ ഒന്നാമത്തെ ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൻ യുവാഫി അബ്ദുൻ യൗമൽ ഖിയാമത്തി യഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാർ. ഏതൊരാൾ അള്ളാഹുവിന്റെ വജ്ഹ് കാണണമെന്ന നിയ്യത്തോടെ, ഇഖ്ലാസോടെ, വളരെ സത്യസന്ധതയോടെ, ആത്മാർത്ഥമായി ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, ഖിയാമത്ത് നാളിൽ നരകം അവന് നിഷിദ്ധമാക്കാതെ ഒരടിമയും കരാർ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അപ്പം എല്ലാ അടിമയോടും റബ്ബിന്റെ കരാറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി പുലർത്തിയാൽ ഹറമല്ലാഹു അലൈഹി നാർ, നരകം അള്ളാഹു അവന് തടഞ്ഞു, അതായത് അവന് നരകമോചനമുണ്ട്. നോമ്പിനെ കുറിച്ച് വിശദീകരിക്കുന്ന നേരത്ത് നമുക്ക് കാണാം, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ സമീപസ്ഥനാണ്. അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന എന്നോടാണ് അവൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് നരകമോചനത്തിന്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് റബ്ബിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക. ഇബാദത്തിൽ ഏറ്റവും മർമ്മം എന്താണ്? പ്രാർത്ഥനയാണ്. അദ്വാഉ ഹുവൽ ഇബാദ.
ദുആ തന്നെയാണ് ഇബാദത്ത്. അല്ലെ, അള്ളാഹുവെ എന്ന് വിളിച്ച് നമ്മൾ ദുആ ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങൾ, അള്ളാഹുവെ എനിക്ക് ഹിദായത്ത് തരണേ, എന്നെ ഹിദായത്തിൽ അടിയുറപ്പിച്ച് നിർത്തണേ, അള്ളാഹുവെ നരകമോചനം തരണേ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ, സ്വർഗ്ഗപ്രവേശനം നൽകണേ എന്നിങ്ങനെ റബ്ബിനോട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ റബ്ബിനോട് മാത്രമേ ചോദിക്കാവൂ. അൽ ഖുദ്റത്തുൽ ഇലാഹിയത്തിൽപ്പെട്ട ഇലാഹിയത്തായ കഴിവിൽ നിന്ന് റബ്ബ് നമുക്ക് കനിഞ്ഞരുളുന്ന എല്ലാ കാര്യങ്ങളും, അത് ക്ഷേമമാണെങ്കിലും അതേപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനമാണെങ്കിലും അത് റബ്ബിനോട് മാത്രമാണ് നാം ചോദിക്കേണ്ടത്. ഒരിക്കലും മുഹമ്മദ് നബിയെ കാക്കണേ, മമ്പ്രന്തങ്ങളെ രക്ഷിക്കണേ, മനമ്പത്തടിഞ്ഞ ബീവിയെ സഹായിക്കണേ എന്നിങ്ങനെ സൃഷ്ടികളോട്, ബാബുമാരോടും ബീവിമാരോടും സിദ്ധന്മാരോടും വലിയമാരോടും ഉപ്പമാരോടും ഉമ്മമാരോടും ദുആ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇസ്തിഗാസ എന്ന് പേരിട്ടിട്ടാണെങ്കിലും മറ്റെന്ത് പേരിട്ടിട്ടാണെങ്കിലും ശഫാഅത്താണ് എന്ന് വാദിച്ചുകൊണ്ടാണെങ്കിലും റബ്ബേ എന്ന് വിളിച്ച് തേടേണ്ട ഏതെല്ലാം തേട്ടങ്ങളുണ്ടോ അത് റബ്ബിനോട് മാത്രമായിരിക്കും. അത് സൃഷ്ടികളോട് നടത്താതിരിക്കണം. അതാണ് അതേപോലെ നമ്മുടെ പാപമോചനം, ശരണതേട്ടങ്ങൾ, ഇതൊക്കെ റബ്ബിനോട് മാത്രമാകുമ്പോൾ അള്ളാഹു നമുക്ക് നരകമോചനം തരും. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. രണ്ടാമതായി നല്ല രീതിയിൽ നിസ്കരിക്കുക, കൃത്യമായി നിസ്കരിക്കണം. മൻ സ്വല്ല ലില്ലാഹി 40 യൗമൻ ഫി ജമാഅത്തിൻ, ഏതൊരാൾ 40 ദിവസം ജമാഅത്തിലായിട്ട് അയാൾ നിസ്കരിക്കുന്നുവോ, യുദ്രിക്കു തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ തക്ബീർ മുതൽ അയാൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ കുതിബ ലഹു ബറാഅത്താനി, 2 സംരക്ഷണങ്ങൾ അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെട്ടു. ബറാഅത്തു മിനൻ നാർ വ ബറാഅത്തു മിനൻ നിഫാഖ്, ഒന്ന് നരകത്തിൽ നിന്നുള്ള സംരക്ഷണം, 2 കാപട്യത്തിൽ നിന്നുള്ള സംരക്ഷണം. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരം അവർക്ക് വാജിബായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ പങ്കെടുക്കുക, കൃത്യമായി ഓരോ വഖത്ത് നിസ്കാരവും ഒന്നാമത്തെ തക്ബീർ മുതൽ ഇമാമിന്റെ കൂടെ ലഭിക്കുകയും അങ്ങനെ പൂർത്തീകരിക്കുകയും 40 ദിവസം തുടർച്ചയായി ഒരു ദിവസത്തെയും ജമാഅത്തുകൾ പാഴാകാതെ നിർവഹിക്കുകയും ചെയ്താൽ അവർക്ക് നരകമോചനമുണ്ട്. അപ്പോൾ കൃത്യമായ നിസ്കാരം നമുക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകുന്നു. മറ്റൊന്ന്, പ്രത്യേകിച്ച് അസർ നിസ്കാരവും സുബഹ് നിസ്കാരവും അതിന് പ്രത്യേകം നരകത്തിൽ നിന്നുള്ള സംരക്ഷണം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ലൻ യലിജന്നാറ അഹദുൻ സ്വല്ലാ ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹാ, ഒരാളും സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന്റെ മുമ്പും ഉള്ള നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. അതുകൊണ്ട് പലരും പാഴാക്കി കളയുന്ന 2 നിസ്കാരങ്ങളാണ്. ഒന്ന് അസർ നിസ്കാരം, അതേപോലെ സുബഹ് നിസ്കാരം. ഇത് രണ്ടും യാനി അൽ ഫജ്ർ വൽ അസ്ർ, ഇവിടെ ഫജ്റും അസ്റുമാണ് ഉദ്ദേശിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപ്രകാരം റക്അത്തുൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഫജ്റിന്റെ 2 റക്അത്തുണ്ടല്ലോ, അത് ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള സകലതിനേക്കാളും ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. റഹിമല്ലാഹു ഇംറഅൻ സ്വല്ലാ ഖബല അസ്രി 40, അസർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന എല്ലാവർക്കും കരുണ ചൊരിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും കാണാൻ സാധിക്കും. നാലാമതായി ളുഹറിന് മുമ്പുള്ള 4 റക്അത്തുകൾ പതിവാക്കുക. ളുഹറിന് മുമ്പ് റവാത്തിബിൽപ്പെട്ട 2 റക്അത്തുണ്ട്, അതല്ലാതെ നമുക്ക് 2 റക്അത്ത് സുന്നത്ത് എന്ന രീതിയിൽ നിസ്കരിക്കാം. അങ്ങനെ 4 റക്അത്തുകൾ 2 എന്ന രീതിയിൽ ളുഹറിന് മുമ്പ് സുന്നത്തുണ്ട്. അത് കൃത്യമായി കാത്തുപോരുന്ന ആളുകൾക്ക് നരകമോചനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മൻ യുഹാഫിദ് അലാ 4 റക്അത്തിൻ ഖബല ളുഹർ, ആരെങ്കിലും ളുഹറിന് മുമ്പ് 4 റക്അത്തുകൾ കാത്തുപോന്നാൽ, എല്ലാ ദിവസവും അത് നിർവഹിച്ചു പോന്നാൽ, വ 40 ബഅദഹ, ളുഹറിന് ശേഷം 4, മനസ്സിലായില്ലേ, 2 റവാത്തിബിന്റെ സുന്നത്താണ്, അത് കൂടാതെയുള്ള 2 സുന്നത്ത്. അങ്ങനെ ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് 2 എന്ന രീതിയിൽ 4ഉം, ളുഹറിന് ശേഷം 2 എന്ന രീതിയിൽ 4 റക്അത്ത് നിസ്കരിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ, അള്ളാഹു അയാൾക്ക് നരകം നിഷിദ്ധമാക്കി എന്നാണ്. റമദാനിൽ നമ്മൾ ദുനിയാവിന്റെ ഏർപ്പാടുകളൊക്കെ ചുരുക്കി വെച്ച് പരലോകത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നതിനാൽ ഈ നിസ്കാരങ്ങൾ, ഈ സുന്നത്ത് നിസ്കാരങ്ങൾ കൂടി ഫർദിനൊപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം അതും നമുക്ക് നരകത്തെ തടയാൻ അള്ളാഹു മോചനത്തിന് കാരണമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. റമദാനിൽ പ്രത്യേകിച്ചും അതുണ്ടാകണം. കാരണം റമദാനിൽ എല്ലാ ദിവസവും നിശ്ചിത ആളുകൾക്ക് അള്ളാഹു നരകമോചനം നിശ്ചയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെട്ട് ഇന്ന് ആ നരകമോചനം നിശ്ചയിക്കപ്പെട്ട കൂട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരായിരിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് നരകമോചനം പ്രഖ്യാപിക്കപ്പെട്ടവർ ലിസ്റ്റിൽപ്പെട്ടാൽ പിന്നെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി നരകത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ഒരു മഹാഭാഗ്യം കൂടി നമുക്ക് ലഭിക്കും എന്നത് മറക്കാതിരിക്കുക. നരകമോചനത്തിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഒന്ന് പരാമർശിച്ചു പോവുക മാത്രമാണ്. വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുകയും പരലോകത്തെ ഓർത്ത് കരയുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസിയുടെ പതിവായിരിക്കണം. നേരത്തെ ആ സ്ത്രീയെക്കുറിച്ച്, അറാബിയത്തായ സ്ത്രീയെക്കുറിച്ച് കേട്ടല്ലോ. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആ നരകത്തെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ടപ്പോഴേക്കും പേടിച്ച്, ഞാൻ ഇത്രയും കാലം കാഫറായിട്ട് ജീവിച്ചതാണല്ലോ, അവർക്കുള്ള ശിക്ഷയാണല്ലോ എന്ന് ഭയന്ന് അവർ ബോധരഹിതയായി നിലംപതിച്ച് നമ്മൾ കണ്ടു. എന്തിന് സൂറത്തുൽ ഫാത്തിഹ ഓതി പൂർത്തീകരിക്കാൻ കഴിയാത്ത പൂർവ്വരുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇബാദത്ത് റബ്ബിന് മാത്രമേ നൽകാവൂ എന്ന ആയത്ത് ഓതുമ്പോൾ മുൻകാലങ്ങളിൽ അതിൽ വീഴ്ച പറ്റിപ്പോയതിൽ ഭയന്നിട്ട് പേടിച്ച് അവിടെ വെച്ച് കരയുകയും ബാക്കിയുള്ള ആയത്തുകൾ ഓതാൻ കിട്ടാതെ വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കുകയും ചെയ്ത പൂർവ്വികരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. പല സൂറത്തുകളും പാരായണം ചെയ്യുമ്പോൾ ഭയപ്പെടുകയും കരയുകയും ചെയ്ത ചരിത്രങ്ങൾ ധാരാളം നമ്മുടെ മുന്നിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒന്ന് ഖുർആനിലെ ഏതാനും ആയത്തുകൾ ഓതിത്തരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ സൂറത്ത് നിസാ ഓതിക്കൊടുത്ത സന്ദർഭം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ഷഹീദായി വരും എന്ന ആ ആയത്തിന്റെ വാക്യം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു.
നബി ഭയന്നുപോയി. അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും അവിടെ സാക്ഷിയായി തന്നെ ഹാജരാക്കുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു എന്ന് പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഖുർആൻ ആയത്തുകൾ ഓതുമ്പോൾ, തറാവീഹ് നിസ്കരിക്കുമ്പോഴും അല്ലാതെയും ഒക്കെ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കണ്ണുകളിൽ നനവുണ്ടാവുക, ഹൃദയങ്ങൾ പിടയ്ക്കുക എന്നുള്ളത് നരകമോചനത്തിൻ്റെ ഒരു കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യലിജുന്നാറ റജുലുൻ, ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. എങ്ങനെയുള്ള മനുഷ്യൻ? ബകാ മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന ഒരാൾ. നമ്മൾ യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കിരുന്ന് പരലോകത്തെക്കുറിച്ച് ആലോചിക്കണം, നരകത്തെക്കുറിച്ച് ആലോചിക്കണം, ഖബറിനെക്കുറിച്ചും ഖബർ ശിക്ഷയെക്കുറിച്ചും ആലോചിക്കണം. അങ്ങേയറ്റത്തെ ഗാംഭീര്യത്തോടെ റബ്ബ് വിചാരണ നടത്തുന്ന സന്ദർഭത്തിൽ അവൻ്റെ മുന്നിൽ വിനീതരായി പിന്നെ എഴുന്നേറ്റ് നിൽക്കേണ്ട മഹ്ശല രംഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അങ്ങനെ റബ്ബിനെ ഭയന്നുകൊണ്ട് കരയുന്നവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ ളിറ, പാൽ പിന്നെ അകിട്ടിൽ തിരിച്ചു വരുന്നത് വരെ. ഒരിക്കലും കറന്നെടുത്തൊരു പാല് പശുവിൻ്റെ അകിട്ടിലേക്ക് തന്നെ പോകില്ലല്ലോ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപ്രകാരം അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും ലഭിക്കാത്ത യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു എന്ന് പറഞ്ഞ ഒരു ദിവസമുണ്ട് പരലോകം. ആ സമയത്ത് അള്ളാഹു തണൽ നൽകുന്ന 7 കൂട്ടരെ കുറിച്ച് നമുക്കറിയാം. അതിലൊരു കൂട്ടരാര റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐന, സ്വഹീഹ് മുസ്ലിം നമുക്ക് കാണാം. അതായത് തനിച്ചിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കണ്ണുനീർ വാർക്കുന്നവർ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അവർ പിന്നെ സവിശേഷമായ തണൽ കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ടതും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കാലടികൾ നരകത്തിൽ നിന്ന് മോചനം നൽകാൻ കാരണമാണ്. റമദാനിൽ പ്രത്യേകിച്ചും നമ്മളിത് മുതലെടുക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. യസീദ് ബിൻ അബി മറിയം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്താണ് അദ്ദേഹം പറയാണ്, എൻ്റെ അരികിലേക്ക് ഇബായത്ത് ബിൻ റിഫാ വന്നു ചേരുകയുണ്ടായി. വാന അംശി അൽ ജുമുഅ, ഞാൻ പള്ളിയിലേക്ക് നടന്നു പോവുകയായിരുന്നു. അങ്ങനെ പള്ളിയിലേക്ക് ഞാനിങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ പിന്നെ ഇബായ എന്നോട് പറഞ്ഞു, ഫഖാല അബ്ശിർ, നീ സന്തോഷിക്കുക, ഫഇന്ന ഖുതാക ഹാദിഹി ഫീ സബീലില്ലാ, നീ ഇപ്പോൾ ഈ പള്ളിയിലേക്ക് നടന്നു പോകുന്നല്ലോ ജമാഅത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ജുമുഅക്ക് പങ്കെടുക്കാൻ, ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള നിന്റെ കാലടിയാണ്. സമീഅതു അബാ അബ്ബാസിൻ യഖൂൽ, അബു അബ്ബാസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മൻ ഇഗ്ബറത്ത് ഖദമാഹു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ കാലുകൾ പൊടി പുരണ്ടാൽ ഫഹുമ ഹറാമുൻ അലന്നാർ, ആ 2 കാൽപാദങ്ങളും നരകത്തിൽ നിന്ന് ഹറാമായതാണ്, തടഞ്ഞതാണ് എന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള നടത്തമാണ് പള്ളിയിലേക്കുള്ള നടത്തം, ജിഹാദിലേക്കുള്ള നടത്തം പോലെ തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ പാദങ്ങൾ വെക്കുമ്പോഴും നമ്മുടെ ഓരോ പദവികൾ പരലോകത്ത് ഉയർത്തപ്പെടുകയും ഓരോ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന വലിയ വാഗ്ദാനവും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നിന്ന് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചാൽ നടന്നത്. എന്താണെന്നറിയോ? ആ സ്റ്റെപ്പുകളുടെ എണ്ണം വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം വലിയ പുണ്യം നൽകപ്പെട്ടുള്ള സംഗതിയും അതോടൊപ്പം തന്നെ നരകമോചനം നിശ്ചയിക്കപ്പെട്ട സംഗതിയുമാണ് പള്ളിയിലേക്കുള്ള നടത്തം എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ സ്വഭാവം അത് മെച്ചപ്പെട്ടതായിരിക്കണം. നമ്മുടെ സഹോദരങ്ങളോട്, തൗഹീദുള്ളവരോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് വിശ്വസിക്കുന്നവരോട്, സുന്നത്ത് പാലിക്കുന്നവരോട്, അവരോടൊക്കെ ഭൗതികമായ ഏതെങ്കിലും ഗ്രൂപ്പിസത്തിൻ്റെയോ വിഭാഗീയതയുടെ പേരിൽ വെറുപ്പ് കാണിക്കാതിരിക്കുകയും ശത്രുക്കളായി കാണാതിരിക്കുകയും പകവെച്ച് പുലർത്താതിരിക്കുകയും ചെയ്യാൻ നമ്മൾ നന്നായിട്ട് ശീലിക്കണം. ഈ റമദാൻ അതിന് തക്കവണ്ണമുള്ള ഹൃദയവിശാലത നമുക്ക് നൽകുമാറാകട്ടെ. സന്ദർഭവശാൽ പല പാർട്ടികളിലുമായിരിക്കാം, പക്ഷേ തൗഹീദുള്ളവർ, സുന്നത്തിന് പ്രാധാന്യങ്ങൾ നൽകുന്നവർ, അത്തരം ആളുകളെ ഒരിക്കലും നമ്മൾ അപമാനിക്കാനോ അതേപോലെ തന്നെ അവരോട് വെറുപ്പ് പുലർത്താനോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ കാന ഹയ്യിനൻ ലയ്യിനൻ ഖരീബൻ ഹറമഹുല്ലാഹു അലന്നാർ, ഏതൊരുത്തൻ മൃദു സ്വഭാവം സ്വീകരിക്കുന്നുവോ, ലാളിത്യം സ്വീകരിക്കുന്നുവോ, ജനങ്ങളുടെ അടുപ്പം കാണിക്കുന്നുവോ, ആളുകളൊക്കെ അടുക്കുക, എല്ലാവരും അകലെയല്ല, ജനങ്ങളെ നമ്മിൽ നിന്ന് അകറ്റുകയും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകലുകയുമല്ല, ആളുകളിലേക്ക് അടുക്കുന്നു, അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇടപെടുന്നു, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഒത്താശകൾ നൽകുന്നു, പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രയാസം ദൂരീകരിക്കുന്നു, കടമുള്ളവർക്ക് കടം വീട്ടാൻ സഹായിക്കുന്നു. അങ്ങനെയൊക്കെ ജനങ്ങളോട് അടുപ്പം കാണിക്കുകയും ലയ്യിനും ഹയ്യിനുമായിരിക്കുകയും, അതായത് സൗമ്യ സ്വഭാവവും നിഷ്കളങ്ക പെരുമാറ്റങ്ങളുമെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഹറമഹുല്ലാഹു അലന്നാർ, അള്ളാഹു അവർക്ക് നരകത്തെ ഹറാമാക്കിയിരിക്കുന്നു എന്നാണ്. റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും നാം അങ്ങേയറ്റം സൗമ്യതയുള്ളവരായിരിക്കണം, മാന്യമായി പെരുമാറുന്നവരായിരിക്കണം, മുവഹിദുകളായ ആളുകളോട് ഏറ്റവും ഇണക്കവും അതേപോലെ തന്നെ അടുപ്പവും കാണിക്കുന്നവരായിരിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ഖുർആൻ പറഞ്ഞാൽ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, എല്ലാ സത്യവിശ്വാസികളോടും അദ്ദേഹം കൃപയും അങ്ങേയറ്റം കാരുണ്യവുമുള്ളവനാണ് എന്ന് സൂറത്ത് തൗബയിലെ 128 ആയത്തിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന്, പെൺകുട്ടികളെ തർബിയത്ത് ചെയ്ത് നല്ല ദീനിൻ്റെ നിഷ്ഠയനുസരിച്ച് വളർത്തുക. അന്യാണുങ്ങളുമായി ഇടകലരാതെ, സൗന്ദര്യം അന്യപുരുഷന്മാരുടെ മുന്നിൽ പ്രകടിപ്പിക്കാതെ, ഹിജാബുകളും നിഖാബുകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട്, അങ്ങനെ വസ്ത്രത്തിലും അതേപോലെ നല്ല സ്വഭാവ മര്യാദകൾ സ്വീകരിച്ചുകൊണ്ടും ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടും കൃത്യമായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടും ഖുർആനും സുന്നത്തുമൊക്കെ പഠിച്ചുകൊണ്ടും അങ്ങനെ ആ നിലവാരത്തിൽ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വളർത്തിയെടുത്താൽ അവർക്ക് നരകമോചനം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ലൈസ അഹദും മിൻ ഉമ്മത്തി യുഅവ്വിലു സലാസ ബനാത്തിൻ ഔ സലാസ അഖവാത്തിൻ, എൻ്റെ ഉമ്മത്തിലെ 3 പെൺകുട്ടികളെ അല്ലെങ്കിൽ 3 സഹോദരിമാരെ വളർത്തിയെടുക്കുന്ന, അവർക്ക് ആശ്രയം നൽകുന്ന ഒരു മനുഷ്യനുമില്ല. ഫയുഹ്സിനു ഇലൈഹിന്ന, അവർക്കുള്ള തർബിയത്തിനെ മികച്ച രീതിയിൽ നൽകുന്ന ഒരുത്തനുമില്ല. ഇല്ലാ കുന്ന ലഹു സിത്റൻ മിനന്നാർ, ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്ന് ഒരു മറയാകാതെ,
അപ്പോൾ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ, 2 പെൺകുട്ടികളെ അല്ലെങ്കിൽ 3 പെൺകുട്ടികളെ ഇസ്ലാമികമായി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ അവസരം ലഭിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചും അല്ലെങ്കിൽ സഹോദരന്മാരെ സംബന്ധിച്ചും അവർക്ക് ആ പെൺകുട്ടികൾ ദീനിയായി തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അവരെ അഹ്ലു സലഫിന്റെ മാതൃകയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ നരകത്തിൽ നിന്ന് അവർ മുഖേന മോചനം കിട്ടുമെന്നാണ് പഠിപ്പിച്ചത്. മൻകാന ലഹു സലാസ ബനാത്തിൻ ഫസബറ അലൈഹിന്ന, ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ അദ്ദേഹം സംയമനം പാലിച്ചു, ക്ഷമ പാലിച്ചു. വഅത്താമഹുന്ന, അവർക്ക് ഭക്ഷണം നൽകി. വസഖാഹുന്ന, വെള്ളം കൊടുത്തു. വകസാഹുന്ന, വസ്ത്രം കൊടുത്തു. അങ്ങനെ മിൻജിദ്ദത്തി, അയാൾ അധ്വാനം കൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പിന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഒരു മനുഷ്യൻ. അങ്ങനെ വന്നാൽ കുന്ന ലഹു ഹിജാബൻ മിനന്നാരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ പെൺകുട്ടികൾ അയാൾക്ക് നരകത്തിൽ നിന്നുള്ള ഹിജാബായിരിക്കുമെന്നാണ് നമ്മുടെ പെൺമക്കളോട്, നമ്മുടെ സഹോദരിമാരോട് പ്രത്യേകം ഔദാര്യവും അതേപോലെ അവർക്ക് ദീൻ തർബിയത്ത് ചെയ്യുന്ന സാഹചര്യവും നമ്മൾ നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക വ ഉശ്ഹിദു മലായികതക വ ഹമലത അർശിക വ ഉശ്ഹിദു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്. അല്ലാഹുവേ, നിന്നെ ഞാൻ സാക്ഷിയാക്കുന്നു, നിന്റെ മലക്കുകളെ, അർശ് വഹിക്കുന്നവരെ, അതേപോലെ ആകാശഭൂമികളുള്ള സകല സൃഷ്ടികളെയും ഞാൻ സാക്ഷിയാക്കുന്നു. എന്തിന്? അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത, തീർച്ചയായും നീയാണ് അല്ലാഹു, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല. വഹ്ദക്, നീ ഏകനാണ്. ലാ ശരീക ലക്, നിനക്ക് പങ്കാളിയില്ല. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടിമയും റസൂലുമാണ്. മൻ ഖാലഹ മറത്തൻ, ഇതൊരു ദിവസം ഒരാൾ രാവിലെ ഒരു വട്ടം പറഞ്ഞാൽ അഅ്തഖല്ലാഹു സുലുസഹു മിനന്നാർ, ഈ ദിക്ർ ഒരാൾ ഒരു തവണ ചൊല്ലിയാൽ അയാൾ നരകത്തിന്റെ 1/3 അയാളിൽ നിന്ന് മോചിപ്പിക്കും. ഒമൻ ഖാലഹ മറത്തൈനി, 2 തവണ ചൊല്ലിയാൽ അഅ്തഖല്ലാഹു സുലുസൈഹി മിനന്നാർ, നരകത്തിൽ നിന്ന് 2/3 മോചനം അയാൾക്ക് നൽകും. ഒമൻ ഖാലഹ സലാസൻ, 3 തവണ ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ അഅ്തഖല്ലാഹു കുല്ലഹു മിനന്നാർ, നരകത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകും. അപ്പോൾ തൗഹീദിന്റെ പ്രഖ്യാപനവും സാക്ഷ്യവും അതിനനുസൃതമായ ജീവിതം, ഷർത്തുകൾ പാലിച്ചുകൊണ്ടുള്ള തൗഹീദ് നരകമോചനത്തിന്റെ ഏറ്റവും വലിയൊരു ഉപാധിയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്രകാരം വ്യത്യസ്തമായ ദിക്റുകൾ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുന്ന അദ്കാർ സബാഹ്, അദ്കാർ മസാഹ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ഇതൊക്കെ നമുക്ക് നരകമോചനം ചെല്ലുന്ന ദിക്റുകളാണ്. അതുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ ധാരാളമായി പഠിപ്പിക്കപ്പെട്ട ദിക്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ അത് നിർബന്ധമായും കൊണ്ടുവരുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, മൻ ദബ്ബ അൻ ഇർളി അഖീഹി, ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ അഭിമാനം സംരക്ഷിച്ചാൽ, ബിൽ ഗൈബത്തി, അയാളുടെ അഭാവത്തിൽ, അതായത് ആൾ സ്ഥലത്തില്ല, അയാൾ മറ്റു പലരും പരിഹസിക്കുകയാണ് അല്ലെങ്കിൽ കളിയാക്കാണ്, അപ്പോൾ അയാളെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അയാളുടെ അഭിമാനത്തെ സംരക്ഷിക്കുകയാണെങ്കിൽ കാന ഹഖ്ഖൻ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ ബാധ്യതയുള്ള കാര്യമാണ് അൻ യൂത്തിഖഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ അവസ്ഥ നേരെ തിരിച്ചാണ്. നമ്മളെന്താണ്? ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. വേറൊരാളെ തള്ളിപ്പറയും, അയാളെ കുറ്റം പറയുകയും അയാളുടെ ന്യൂനതകൾ ചർച്ചയൊക്കെ ചെയ്യുമ്പോൾ രസമാണ്. അങ്ങനെയാണ് ഗീബത്തും നമീമത്തൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത്. വ്യക്തികൾ മാത്രമല്ല, മാധ്യമങ്ങളും മറ്റുള്ള ഏതെങ്കിലും പിന്നെ മോശമായ ആളുകൾ, എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പക്ഷേ അത് തൗബ ചെയ്ത് തിരുത്തി നന്നായിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മുസ്ലിമായ സഹോദരൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തുക എന്നുള്ളത് അത് ഒരു നേട്ടമായി കാണുന്ന പല ആളുകളുമുണ്ട്. പക്ഷേ ഗുരുതരമായ സംഗതിയാണ്. നമ്മുടെ ബാധ്യത എന്താണ്? ഒരു മുസ്ലിമിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കാനാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഒരാളുടെ ന്യൂനത മറച്ചു വെക്കാതെ പരസ്യപ്പെടുത്തി അവനെ വഷളാക്കിയാൽ, നമ്മൾ വീടിൻ്റെ ഉള്ളകങ്ങളിൽ ഇരുന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ ഒരു സത്യവിശ്വാസിയെ അപമാനിക്കുന്നത്, അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നത്, അത്തരം ആളുകളെ വീടിൻ്റെ ഉള്ളകങ്ങളിലാണെങ്കിൽ പോലും അവനെ അല്ലാഹു വഷളാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുള്ളതാണ്. മറിച്ച് ഒരു മുസ്ലിമിൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തപ്പെടുന്ന സമയത്ത് ആ മുസ്ലിമിന് സംരക്ഷണം നൽകാൻ ആരാണോ കടന്നു വരുന്നത്, പ്രത്യേകിച്ചും അവൻ്റെ അഭാവത്തിൽ അവന് സംരക്ഷണം കൊടുക്കുന്നവൻ ആരാണോ, അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്, ഹക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി നോമ്പിനെ കുറിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ സ്വാമ ഫി യൗമൻ ഫി സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫൻ, 70 ഗ്രീഷ്മകാലം അല്ലെങ്കിൽ 70 വർഷം നരകത്തെ അവന്റെ മുഖത്തിൽ നിന്ന് അള്ളാഹു അകറ്റിക്കളയും. ഞാൻ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം. അപ്പോൾ നമ്മളൊരു നോമ്പെടുത്താൽ, മനസ്സിലായില്ലേ, സുന്നത്ത് നോമ്പാണെങ്കിലും ശരി, ഫർളായ നോമ്പാണെങ്കിലും ശരി, ഒരൊറ്റ നോമ്പ് നമ്മൾ നോൽക്കുന്നതോടുകൂടി നരകം നമ്മിൽ നിന്ന് 70 വർഷം അകലേക്ക് അള്ളാഹു മാറ്റി നിർത്തും. നിങ്ങൾ നോക്കും, 10 ദിവസം നമ്മൾ നോമ്പ്, ഒരാഴ്ചത്തെ നോമ്പായി, 7 ദിവസം നമ്മൾ നോമ്പെടുത്താൽ 490 വർഷം അകലേക്ക് എന്ത് ചെയ്തു? പിന്നെ ഈ നരകം തീർച്ചയായിട്ടും നമ്മിൽ നിന്ന് ധാരാളമായി മാറുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു. ഇനി 10 ദിവസമാണെങ്കിലോ, 10 ദിവസം ഒരാൾ നോമ്പെടുത്താൽ 700 വർഷം അകലേക്ക് നരകം പോയി, അല്ലേ? 20 വർഷമാകുമ്പോൾ 1400 വർഷം അകലേക്ക് പോയി. 30 നോമ്പ് നമ്മൾ എടുക്കുന്നതോടുകൂടി 2100 വർഷം അകലേക്ക് നമ്മുടെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഒരാൾ ആത്മാർത്ഥമായി നോമ്പെടുത്താൽ ആ കാരണം കൊണ്ട് തന്നെ നരകം അയാളിൽ നിന്ന് അങ്ങേയറ്റം അകറ്റപ്പെടും. നോമ്പ് എന്ന ഇബാദത്ത് നരകമോചനത്തിന്റെ ഇബാദത്താണ്. അതുകൊണ്ടാണ് ഇത്ഖും മിനന്നാറിന്റെ മാസമായി റമദാൻ അറിയപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും പ്രധാനം പ്രാർത്ഥനയാണ്.
നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ. റമദാൻ മാസത്തിലെ പകൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്നതാണ്. രാത്രി സമയം അത് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയമാണ്. രാത്രിയുടെ അന്തിമയാമം, അതായത് അത്താഴ സമയത്ത് നമ്മൾ എണീറ്റാൽ മാത്രം പോരാ. ബിലസാരിയും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയങ്ങളിൽ അസ്തഗ്ഫിറുല്ലാ, പാപമോചനം തരണേ, അള്ളാഹു എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയേണ്ടവരാണ് സത്യവിശ്വാസികൾ. രാത്രിയുടെ 3-ാം യാമം. കാരണം അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരിക. അല്ലെ, എൻ്റെ റബ്ബിന തബാറക വതആല സമനല്ലയും രാത്രിയുടെ 3-ൽ 1 ബാക്കിയാകുമ്പോൾ റബ്ബ് തബാറക വതആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഫയഖൂലു പറയും, മൻ യസ്അലുനി ഫഉതിയ, എന്നോട് ചോദിക്കാൻ ആരുണ്ട് ഞാൻ തരാം. വമൻ യദഊനി ഫഉജീബ ല, എന്നോട് ദുആ ചെയ്യാൻ ആരുണ്ട് ഞാൻ ഉത്തരം തരാം. എന്നോട് ദുആ ചെയ്യുന്നവർക്ക് ഞാൻ ഉത്തരം തരാം. വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ല, എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരാം. അപ്പം അത്തരം സന്ദർഭങ്ങൾ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാമെന്ന് പ്രത്യേകം പറഞ്ഞ സുബഹ് നിസ്കാരത്തിന് മുമ്പുള്ള രാത്രിയുടെ അന്തിമയാമം. ഏതായിരുന്നാലും അത്താഴത്തിന് വേണ്ടി നമ്മൾ എണീക്കും. മലക്കുകളുടെ പ്രാർത്ഥനയും പിന്നെ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രത്യേകം ബറക്കത്തുമൊക്കെയുള്ള സമയമാണ്. അതിന് പുറമെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ പ്രത്യേകമായി സ്വീകരിക്കപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പം നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അള്ളാഹുവേ ഞാൻ എന്നോട് സ്വർഗം ചോദിക്കുന്നു, അതേപോലെ നരകത്തിൽ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതിൽ അല്ലാഹുമ്മ അദ്ഖിൽനി അൽ ജന്ന, അള്ളാഹു എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിക്കണേ, വഅഇദ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. നിസ്കാരത്തിന്റെ അവസാനത്തിൽ തഹിയ്യാത്തിൽ സലാം വിട്ടുന്നതിന് മുമ്പ് അല്ലാഹുമ്മ റബ്ബ ജബറായില വമീകായില വഇസ്രാഫീൽ അഇദ്നി മിൻ ഹരിന്നാർ വഅദാബിൽ ഖബർ, അള്ളാഹുവേ നരകത്തിന്റെ ചൂടിൽ നിന്നും അതേപോലെ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കണേ, ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ സലാം വിട്ടുന്നതിന് മുമ്പ് അവസാന ഭാഗത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ സഅല റജുലുൻ മുസ്ലിമുൻ ഇല്ലാഹൽ ജന്നത സലാസൻ, ഒരു മുസ്ലിം ഒരു ദിവസം 3 തവണ സ്വർഗത്തെ അള്ളാഹുവോട് ചോദിച്ചാൽ ഇല്ലാ കാലത്തിൽ ജന്ന, സ്വർഗം പറയാതിരിക്കില്ല. എന്നാൽ സ്വർഗം ശഫാഅത്ത് ചെയ്യും. എന്ത്? അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹുവേ ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അതേപ്രകാരം വലസ്തജാറ റജുലുൻ മുസ്ലിമുനില്ലാഹ മിനന്നാരി സലാസൻ, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവോടും നരകത്തിൽ നിന്ന് 3 തവണ സംരക്ഷണം ചോദിച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇല്ലാ കാലത്തിനാർ, നരകം പറയാതിരിക്കില്ല. അല്ലാഹുമ്മ അജ്റുഹു മിന്നി, അള്ളാഹുവേ എന്നിൽ നിന്ന് അവന് നീ രക്ഷ കൊടുക്കണമേ എന്ന് നരകം ശഫാഅത്ത് ചെയ്യുമെന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച സ്വഹീഹിൽ കാണാൻ സാധിക്കും. ധാരാളം കാര്യങ്ങൾ ഇപ്രകാരം വിശദീകരിക്കാനുണ്ട്. അത് ഓരോന്ന് ഞാൻ എടുത്തു പറയുകയല്ല. അസ്സൗമു ജുന്നത്തുൻ യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, നോമ്പ് ഒരു പരിചയമാണ്. നരകത്തിൽ നിന്ന് അടിമ അത് മുഖേന സംരക്ഷണം നേടിയെടുക്കുന്നു. അപ്പം നരകത്തിൽ നിന്ന് നമുക്ക് കവചമായി നിൽക്കുന്ന സംരക്ഷണ കവചമാണ് നോമ്പ് എന്നുള്ളത് മനസ്സോടുകൂടി ഈ റമളാനെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പാവങ്ങൾക്ക് മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുത്താൽ നമുക്ക് അത് മുഖേന നരകത്തിൽ നിന്ന് മോചനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതേപ്രകാരം സദഖ, ധാരാളമായി സദഖ നൽകണം, പാവപ്പെട്ടവരെ നോമ്പ് മുറിപ്പിക്കണം. ഇതൊക്കെ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധികളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. റമളാൻ മാസത്തിലെ സദഖ പ്രത്യേകിച്ച് സദഖകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ളതാണ് എന്നും അത് നരകത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് എന്നുമുള്ള കാര്യം നാം പ്രത്യേകം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മാത്രവുമല്ല, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചില ആളുകളുണ്ട്. അവരോട് റബ്ബ് പറയുന്നൊരു വർത്താനുണ്ട്. എന്താണ്? എനിക്ക് രോഗം വന്നു, നീ എന്നെ സന്ദർശിച്ചില്ല, എന്നെ ശുശ്രൂഷിച്ചില്ല, അതുകൊണ്ടാണ് നീ നരകത്തിൽ വീണത്. ഞാൻ രോഗിയായി നിന്റെ അരികിൽ വന്നിരുന്നു. അതേപോലെ തന്നെ എന്താണ്? എനിക്ക് പട്ടിണി വിശന്നപ്പോൾ നീ ഭക്ഷണം തന്നില്ല. അപ്പോൾ ചോദിക്കും, റബ്ബേ നിനക്ക് രോഗം വരുമോ? നിനക്ക് പട്ടിണി ഉണ്ടാകുമോ? അപ്പോൾ നബി അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുമെന്ത്? നിന്റെ അയൽപ്പക്കത്ത് അല്ലെങ്കിൽ നിന്റെ കാഴ്ചപ്പാടിൽ നിന്റെ വൃത്തത്തിൽ ഇന്ന ഒരാൾക്ക് രോഗമുണ്ടായിരുന്നു, പക്ഷേ അയാളെ നീ ശ്രദ്ധിച്ചില്ല. ഇന്നയാൾ പട്ടിണി കിടക്കുന്നുണ്ടായിരുന്നു, അയാളെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് നീ നരകത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് നാം കാരുണ്യ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഓരോ പച്ചക്കരളുടെ ജീവിക്ക് വേണ്ടിയും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ എന്ത് ചെലവഴിച്ചാലും, ഒരു കാരക്കയുടെ ചേള് ചെലവഴിച്ചാൽ പോലും അത് നരകത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം. ഫത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചേള് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നീ നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊള്ളണം, നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് നാം മനസ്സിൽ വെക്കുക. അങ്ങനെ ഈ റമളാനിനെ നരകമോചനത്തിന്റെ ഉപാധിയായി പരമാവധി അധ്വാനിച്ച് വരുതിയിലാക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ റമളാനിലെ നോമ്പും അതേപോലെ തന്നെ ഖിയാമും ഖുർആൻ പാരായണവും ദിക്റുകളും സദഖയും പുണ്യപ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് അളവില്ലാതെ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാകട്ടെ. നരകമോചനം നിശ്ചയിക്കപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമ വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.